നമസ്കാരം. കോക്കനട്ട് ഡും ദാറ്റ്സ് ഇറ്റ് വിൻഷീറ്റ് ഡാമേജ് എന്ന് പറയും പോലെ ഇന്ത്യ ദാറ്റ്സ് ഇറ്റ് തീർന്നു. 26.1 ഓവറിൽ ഇന്ത്യ കട്ടയും പടവും മടങ്ങി നാണം കെട്ട് തൂറി നാറ്റിച്ചവിടെ മൊത്തം നാണം കെടുത്തി എന്ത് ചെയ്തു, പവലിയനിലേക്ക് തിരിച്ചുപോയി. മൊത്തം ബാറ്റ്സ്മാൻമാരും 110 റൺസിന്റെ ദയനീയമായ തോൽവി. അതായത് ഓരോ കളി കഴിയും തോറും ഫസ്റ്റ് കളി ടൈയിൽ കൊണ്ടെത്തിച്ചു, അതിന്റെ അടുത്ത കളി വീണ്ടും അതിനെയും കാട്ടി ഒരു നാണക്കേട്. ഈ മൂന്നാമത്തെ പ്രാവശ്യം ലോകമാനക്കേട്. 27 കൊല്ലത്തിന് ശേഷം ഒരു ബയലാറ്ററൽ സീരീസ് ശ്രീലങ്ക ഇന്ത്യക്കെതിരായി ജയിക്കുന്നു. ഇന്ത്യയുടെ അഞ്ചാമത്തെ, അതായത് 100 റൺസിന് മേൽ ഇന്ത്യ തോൽക്കുന്നത് ഇത് 5ാമത്തെ പ്രാവശ്യമാണ്. അത്രയ്ക്ക് നാണം കെട്ട തോൽവിയായിരുന്നു ഇന്ന് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. കൊടികൊട്ടിയ ബാറ്റ്സ്മാൻമാരെല്ലാം വിറച്ച് കൂറി. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് വിരാട് കോഹ്ലി ഔട്ടായതാണ്. ബോൾ എവിടെ വീണു, ബാറ്റ് എവിടെ വെച്ചു, സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് പേടിച്ച് തൂറിയാണ് അമർ നിന്നത്. കോഹ്ലിയൊക്കെ ശരി തന്നെയാണ്, പണ്ട് പിന്നീട് ഈ പറഞ്ഞതുപോലെ ആനപ്പുറത്ത് കയറിയ തഴമ്പൊക്കെ കാണും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കളിയും നമുക്ക് കോഹ്ലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വെറുതെ ഇടാം. കുറ്റം പറയേണ്ടടുത്ത് കുറ്റം പറയുക തന്നെ ചെയ്യും. മനസ്സിലായോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നാണിച്ചത് വിരാട് കോഹ്ലിയുടെ ഔട്ടാണ്. വിരാട് കോഹ്ലിയുടെ ബാറ്റ് എവിടെ ഇരുന്നത് കണ്ടോ, ബോൾ എവിടെ കൊണ്ടെന്ന് കണ്ടോ, ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഒരു ഐഡിയ ഇല്ലാതെ തന്നെ ബാറ്റ് വെച്ചു. വല്ലാതെ ഇപ്പോഴും 5 വിക്കറ്റ് എടുത്തു. ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാരെ എല്ലാം കൊച്ചു പിള്ളേരെ എറിയും പോലെ, ഇത് ബോളല്ല വേറെ എന്തോ പമ്പരമാണ് വരും പോലെയാണ് ഈ പറഞ്ഞ എല്ലാവരും ബാറ്റ് ചെയ്തത്. 110 റൺസിന്റെ ദയനീയ നാണം കെട്ട തോൽവി ഈ ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊന്നും ഇതുപോലൊരു തോൽവി, മനസ്സിലായോ? ഇതുപോലൊരു തോൽവി കിട്ടില്ല. കൊടികൊട്ടിയ ബാറ്റ്സ്മാൻമാരെല്ലാം ഉണ്ട്, എല്ലാ സീനിയർ പ്ലേയേഴ്സും ഉണ്ട്. അവിടെ ഇല്ലാത്തത് ഒരേ ഒരു ബൗളർ മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന ആരാണ്, ബുംറ. ബുംറ ഇല്ലാത്തതിന്റെ കുറവുണ്ട്, അത് വേറെ പോട്ടെ. പക്ഷേ എന്നിട്ട് പോലും ഈ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പോലും ഈ ക്വാളിഫൈ നേടാത്ത ശ്രീലങ്കയെ പോലെ, ശ്രീലങ്കയുടെ 2ാം കിട ടീമായിരുന്നു അത്. പലരും പരിക്കിന്റെ പിടിയിൽ പുറത്താണ്. എന്നിട്ട് പോലും എന്ത് ചെയ്തു, ഇന്ത്യ നാണം കെട്ട് തോറ്റു. 1, 2 അല്ല 3 കളിയാ തോറ്റത്. ഫസ്റ്റ് ടൈം തോറ്റതിന് തുല്യം തന്നെയാണ്. മനസ്സിലായോ? ശ്രീലങ്കയുടെ കേസ് പറയുകയാണെങ്കിൽ വീണ്ടും ടോസ് അവർക്ക്, മനസ്സിലായോ? വീണ്ടും ടോസ് അവർക്ക് ആര് സുഖമായിട്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഈ വട്ടം ഇത്തിരി കൂടി നന്നായിട്ട് അവർ ബാറ്റ് ചെയ്യുമെന്നാണ് പറയാം. നിസംഗ 45 അടിച്ചു, ഫെർണാണ്ടോ 102 ബോളിൽ നിന്ന് 96 റൺസ് അടിച്ചു. മനസ്സിലായോ? 96 റൺസ്. 2 ചേഞ്ചുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. ആരെയൊക്കെ? നമ്മുടെ ഹർഷദീപ് സിംഗിനെ എടുത്ത് മാറ്റിയിട്ട്, ഹർഷദീപ് സിംഗിനെ മാറ്റി നമ്മുടെ രാഹുലിനെയും മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്തു, ഋഷഭ് പന്തിനെയും റിയാൻ പരാഗിനെയും കൊണ്ടുവന്നു. അതിനെ കുറിച്ചൊക്കെ ഓരോരുത്തരെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഓരോരുത്തരെ എന്താണ് ചെയ്തതെന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കുശാൽ മെൻഡിസും 59, ഈ 3 പേരാണ് അവിടെ കളിച്ചത്. ഈ 3 പേരുടെ കളിയുടെ പിൻബലത്തിലാണ് അവർ 248, ഇതിനെക്കാട്ടി കൂടുതൽ 270 അവസാനം എറിഞ്ഞു പിടിച്ചതാണ്. അവസാനം ഈ പറയുന്ന റിയാൻ പരാഗ് വന്നു. റിയാൻ പരാഗ് എത്ര വിക്കറ്റ് തന്നെ? 3 വിക്കറ്റാണ് റിയാൻ പരാഗ് തള്ളിയിട്ടത്. 9 ഓവറിൽ 54 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റ്. ബാക്കി ആരും അങ്ങനെ, പിന്നെ കുൽദീപ് യാദവിന് 1, വാഷിംഗ്ടൺ സുന്ദറിന് 1, ഹർഷദീപ് സിംഗിന് 1, മുഹമ്മദ് സിറാജിന് 1 വിക്കറ്റ്. ഇത്രയുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവന്മാർ ഇപ്പോഴും ആൾ ഔട്ട് ആയില്ല എന്നുള്ളതാണ്. 248-ൽ 7 ആൾ ഔട്ട് ആയിട്ടില്ല. 50 ഓവറും കളിച്ചു. ഇന്ത്യ 3 കളിയും ആൾ ഔട്ടാണ്. 50 ഓവർ തികച്ച് കളിക്കാൻ ഇന്ത്യക്ക് ശ്രീലങ്കയുടെ മുന്നിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനേക്കാളും ഏറ്റവും കൂടുതൽ നാണക്കേട് ഇന്ന് 26.1 ബോൾ ഫേസ് ചെയ്തപ്പോൾ തന്നെ ഇന്ത്യയുടെ സകലമാന ബാറ്റ്സ്മാൻമാരും എന്ത് ചെയ്തു, ഇന്ന് ഒരു ബാറ്റ്സ്മാൻ കൂടുതലായിരുന്നു. എന്നിട്ട് പോലും സകലമാന ബാറ്റുകളും, അതായത് പകുതി, ഏതാണ്ട് 25-26 ഓവറെ ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. എല്ലാവരും പവലിയനിലേക്ക് തിരിച്ചു പോയി. നാണം കെട്ടാണ് തിരിച്ചു. ഓരോരുത്തന്മാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം പറയാതിരിക്കാൻ പറ്റില്ല, രോഹിത് ശർമ്മ ഇന്നും അവന്റെ കളി അവൻ കളിച്ചു. മനസ്സിലായോ? 20 ബോൾ നേരിട്ടുകൊണ്ട് 35 റൺസ് അവൻ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. 1 6ഉം 6 4കളും അടിച്ചു. വെൽഡൺ. എന്തൊക്കെ പറഞ്ഞാലും വെൽഡൺ, അവനാണ് കളിച്ചത് ഇതിനകത്ത്. പിന്നെ ശുഭം ഗില്ല് 2 കളി കൊണ്ട് തട്ടിയും മുട്ടിയൊക്കെ കുറച്ച് റൺസ് അടിച്ചു. ഈ പ്രാവശ്യവും അവന്റെ പഴയ ടച്ച് ഒന്നും കാണില്ല. പ്രിൻസ് ആണ് പോലും, പ്രിൻസ് എവിടത്തെ കോപ്പിലെ പ്രിൻസ് ആണെന്ന് എനിക്ക് അറിഞ്ഞു. ഞാനും കുറെ പറഞ്ഞിട്ടുണ്ട് പ്രിൻസ് ആണെന്ന്. പക്ഷെ ഇങ്ങനെ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പറയേണ്ടതായിട്ട് വരും. മനസ്സിലായോ? കൊട്ടിയൊക്കെ കഴിഞ്ഞ 2 കളി എടുത്തു. പ്രിൻസ്
ഫ്രംപുട്ട് കയറി ഒരിക്കൽ ഒരു എഡ്ജ് അടിച്ചു, മനസ്സിലായോ? ഒരു എഡ്ജ് അടിച്ച് ക്യാച്ച് ഒരു ലൈഫ് കിട്ടിയതാണ്. വീണ്ടും ഫ്രംപുട്ട് കയറി അടിച്ചു, ക്ലീൻ ബൗൾഡ്. ആര്? പ്രിൻസ്, നമ്മുടെ ശുഭ്മാൻ ഗില്ല് ക്ലീൻ ബൗൾഡ്. ആദ്യം ആര് പോകുന്നു? ശുഭ്മാൻ ഗില്ലാണ് പോകുന്നത്. അടുത്ത വരുന്നു നമ്മൾ വിരാട് കോഹ്ലി വരുന്നുണ്ട്. വിരാട് കോഹ്ലി അടുത്ത് വരുന്നുണ്ട്. 18 ബോൾ ഫേസ് ചെയ്തുകൊണ്ട് 20 റൺസ് അടിച്ചു. അമ്മയാണ് പറയാതിരിക്കാൻ പറ്റില്ല, ഒരു എഡ്ജ് അടിച്ച് പോയിട്ടുണ്ട്, ഒരു എഡ്ജ് അടിച്ച് ഒരു കേച്ച് പോയി. സത്യം പറഞ്ഞ വിരാട് കോഹ്ലി ഔട്ടായ രീതി എന്നെ വളരെയധികം സങ്കടപ്പെടുത്തി. വളരെയധികം ഇത് വിരാട് കോഹ്ലിയാ ഇത്രയ്ക്ക് പേടിച്ച് കളിക്കുന്നത്. പണ്ടൊക്കെ വിരാട് കോഹ്ലി എന്ന് പറയുമ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു വിരാട് കോഹ്ലിയുടെ കാണാം. ഇന്ന് വില്ലാലയെ പോലുള്ള ആ കൊച്ചു ചെറുക്കന്റെ മുന്നിൽ വിരുന്ന് മുട്ടിടിക്കുന്ന വിരാട് കോഹ്ലിയെ കണ്ടു. ആ ബാറ്റ് വെച്ച വെപ്പ് കണ്ടോ? ആ ബോളിന്റെ പരിസരത്തുണ്ടോ? അത്രയ്ക്ക് റീഡ് ചെയ്യാൻ പിന്നെ ഈ പറഞ്ഞ നമ്മുടെ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞില്ലെന്നോ? നാണം കെട്ടാൻ മതിയത് പ്ലംബായിരുന്നു. അത് ചുമ്മാ റിവ്യൂ കൊടുത്ത് എന്ത് ചെയ്തു? ആ റിവ്യൂവിനെ കളഞ്ഞു. പ്ലംബ് എൽബി, മനസ്സിലായോ? ആര്? വിരാട് കോഹ്ലി ഔട്ടായത് 2 കളി കൊണ്ട്. എത്ര? 3 കളിയും എൽ ബി തന്നെയായിരുന്നു അല്ലെ? 3 കളി എൽ ബി തന്നെയായിരുന്നു. 3 കളിയും ഈ പറഞ്ഞ എനിക്ക് വെല്ലാലയെ തന്നെ തോന്നുന്നു ഔട്ടാക്കിയത്. ഒരു കളി എന്തോ മറ്റേ വസാഡ് എന്തോണ്ടല്ലോ, അവൻ തള്ളിയിട്ടു. മനസ്സിലായോ? വിരാട് കോഹ്ലി എവിടത്തെ കിങ് ആണെന്ന് എനിക്ക് ഇതില് കിങ് അല്ല, 0 ആയിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മയാണ് 3 കളിയിലും പിന്നെ ഹീറോ ആയിരുന്നു. ബാക്കി എല്ലാം 0 ആയിരുന്നു. ബാക്കി കംപ്ലീറ്റ് എല്ലാം 0 മുട്ടയിട്ടിട്ടാണ് പോയിരുന്നത് എന്ന് പറയാം. അതിനുശേഷം വന്നു ഋഷഭ് പന്ത്. വെരി ഗുഡ്. അതാണ് നമ്മുടെ KL രാഹുലിനെ മാറ്റിക്കൊണ്ട് ഇവിടെ ഋഷഭ് പന്തിനെ കൊണ്ടുവന്നു. കീപ്പിംഗിൽ വലിയ സ്റ്റൈല് കാണിച്ച് ഒരു ഔട്ട് അവനെ കളഞ്ഞു. കണ്ടല്ലോ, സുഖമായിട്ട് എന്ത് ചെയ്യാം, റൺഔട്ട് അല്ലെങ്കിൽ സ്റ്റംപ് ചെയ്യാമായിരുന്നു. വെച്ചിങ്ങനെ കളിച്ച് സ്റ്റൈല് കാണിച്ചുകൊണ്ടിരുന്നു. 11 എന്ത് ചെയ്തു? ഗ്രീസിനകത്ത് കുത്തിക്കയറ്റിയിട്ടു. അങ്ങനെ ആ ഒരു ഔട്ട് കളഞ്ഞതും പോരാഞ്ഞിട്ട് അടുത്ത ബാറ്റിംഗിൽ എന്തെങ്കിലും കിട്ടിയ സംഭാവന 6 റൺസ്. ഫസ്റ്റ് ബോളിൽ 4 എടുത്തുകൊണ്ട് തുടങ്ങിയപ്പോൾ ഞാൻ കരുതി കർത്താവേ കൊള്ളാം, ഫസ്റ്റ് ഡൗൺ ഒരു സെക്കൻഡ് ഡൗൺ ഒരു ലെഫ്റ്റ് ഹാൻഡർ വന്ന് ചിലപ്പോ കളി മാറും എന്ന് പറഞ്ഞിരുന്ന അവൻ ചുമ്മാ ബോൾ ഇറങ്ങി, നമ്മളെ ബോള് ഗ്രീസിൽ എത്തുന്ന മുമ്പേ ഇറങ്ങി വെളിയിൽ നിൽക്കണേ, ഗ്രീസിന്റെ 1 മൈൽ ദൂരെ അവൻ എറിഞ്ഞ് കയറ്റി കൊടുത്ത് 11 സ്റ്റംപ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഗ്രേറ്റ് ഋഷഭ് പന്ത് വന്ന പാടെ തിരിച്ചു പോകുന്നതാ കണ്ടത്. പിന്നെ വന്നു അടുത്ത വെറും പാഴായ മറ്റൊരുത്തം വരുന്നു, ഈ പറഞ്ഞ ശ്രേയസ് അയ്യർ. പാഴെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. 3 കളി കൊണ്ടാണ് പിന്നീട് ഇതുപോലെ ശ്രേയസ് അയ്യറൊക്കെ ഔട്ടായത് കണ്ടോ? ബാറ്റ് ചെയ്യണ ബോൾ വരുമ്പോ എന്തൊക്കെ ചെയ്യണത്? ഇത്രയ്ക്ക് പേടിയോ ബോളിനെ? എന്നിട്ട് പിന്നെ പാഡി കൊണ്ടപ്പോ പറയണ ലെഫ്റ്റ് സൈഡിലാണ് പോകുന്നത്, അമ്പയർ ലെഫ്റ്റ് സൈഡിലാണ് പോയത്, കൊടുക്കരുത്. എന്നിട്ട് അമ്പയർ നോക്കിയ എന്തരുവേ എന്ന് പറഞ്ഞിട്ട് റിവ്യൂ കൊടുത്ത് എന്ത് ചെയ്യും? റിവ്യൂ നഷ്ടപ്പെട്ട് അവൻ ഔട്ടാവുകയും ചെയ്തു. ശ്രേയസ് അയ്യർ വേസ്റ്റ് ആയിരുന്നു. നമ്പർ 1 വേസ്റ്റുകളിൽ ഇന്നത്തെ കളിയിൽ വേസ്റ്റിൽ പിന്നെ വിരാട് കോഹ്ലി വേസ്റ്റ് ആയിരുന്നു. പിന്നീട് ആരാണ്? നമ്മുടെ ഋഷഭ് പന്ത് വേസ്റ്റ് ആയിരുന്നു. ശ്രേയസ് അയ്യർ പരമ വേസ്റ്റ് ആയിരുന്നു. അടുത്ത വന്നു അർഷദീപ് സിംഗ് വന്ന് ഞാൻ അവനെ കുറ്റം പറയത്തില്ല. അർഷദീപ് സിംഗ് 2 കളി അവൻ കളിച്ചിട്ടുണ്ട്, വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവൻ എന്ത് ചെയ്തു? ഈ കളിയിൽ നേരത്തെ ഔട്ടായി. മനസ്സിലായോ? അതുകൊണ്ട് അർഷദീപ് സിംഗിനെ പിന്നെ അക്ഷർ പട്ടേലിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അവൻ അങ്ങ് പൊട്ടും. അടുത്ത വന്നു റിയാൻ പരാഗ്. ആർക്ക് പകരം കയറി വന്ന് നമുക്ക് അർഷദീപ് സിംഗിന് പകരം പിന്നെ ടീമിലെടുത്ത റിയാൻ പരാഗ് അവന്റെ ബൗളിംഗ് കൊണ്ട് 3 വിക്കറ്റുകൾ തള്ളിവിട്ടു. അവന് 10 ഓവർ തികച്ച് കൊടുത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതൊക്കെ ഈ പറയുന്ന രോഹിത് ശർമ്മ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതായിരുന്നു. 10 ഓവർ തികച്ചവന് കൊടുക്കാൻ പറ്റില്ല, 9 ഓവർ എറിഞ്ഞുള്ളൂ. അവൻ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു വരികയുമായിരുന്നു, ഒരു പ്രതീക്ഷയൊക്കെ നൽകി. പക്ഷെ ഒരു ബോൾ അത് ലീവ് ചെയ്യണോ, അകത്തോട്ട് കയറോ പുറത്തോട്ട് പോകുമോ എന്നറിയാതെ ഒന്നും ചെയ്യാതിരുന്നു, ബൗൾഡ് ആയിപ്പോയി. അവനെയും ഞാൻ കുറ്റം പറയില്ല. റിയാൻ പരാഗിനെയും ഞാൻ എന്ത് പറയില്ല, കുറ്റം പറയത്തില്ല. ഫസ്റ്റ് കളിയാണ്, അവൻ 3 വിക്കറ്റ് എടുത്തു. മറ്റവന്മാർ അങ്ങനെയല്ല. 3 കളിയുണ്ട് ഈ പിച്ചിനെ കണ്ട് എന്താണ് ഈ 3 കളി കൊണ്ട് നമുക്ക് നിരന്തരം സംഭവിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞു ബാറ്റ് ചെയ്തതാണ്. വീണ്ടും എന്നിട്ട് പോലും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ സ്പിന്നേഴ്സിനെ അവർ ഒരുവിധം നേരിടുന്നുണ്ട്. ശരി, ഓക്കേടെ, ഈ പറയുന്ന പിന്നെ അണ്ടർ ലൈറ്റിൽ സ്പിൻ ഇത്തിരി ആവുന്നുണ്ട്, സ്പിൻ ഇത്തിരി കൂടുതൽ എന്നും പറഞ്ഞുകൊണ്ട് ഇതെന്തോടെ കണ്ടാൽ തന്നെ നിങ്ങളുടെ ബാറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടാൽ തന്നെ പേടിയാവുമല്ലോ. നിങ്ങളെ പേടിച്ച് തൂറിയാണ് നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. ബോളർമാർക്ക് അത്രയ്ക്കൊരു കോൺഫിഡൻസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്. അടുത്ത വന്ന ഏറ്റവും ലോകപാഴായ ശിവൻ ദുബെ വന്നു. 9 റൺസ് എടുത്ത് 14 റൺസ്. ഞാൻ അവൻ കഴിഞ്ഞ കളി അവൻ പാഴാണ്, ലോക പാഴാണ് അവൻ. മനസ്സിലായോ? അവനെ കൊണ്ട് നടക്കുന്ന അവൻ ഇന്ത്യൻ ടീമിലേക്ക് വരുമെന്ന് എനിക്ക് വല്ലപ്പോഴും കൊണ്ട് കയറ്റി ഇട്ടോടെ 4-5 6 അടിക്കും, അല്ലെങ്കിൽ 4-5 4 എന്തെങ്കിലും അടിക്കും. അത് തന്നെയാണ്. അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി ബാറ്റ്സ്മാൻ എന്നോ ഒരു എക്സ്ട്രാ ഓർഡിനറി ബൗളർ എന്നോ ഫീൽഡർ മഹാ പാഴ് ഫീൽഡറാണ്. മനസ്സിലായോ? ശിവൻ ദുബെ വന്ന് എന്ത് ചെയ്തു?
9 റൺസ് അടിച്ചു. വെരി ഗുഡ്. 14 ബോളിൽ ഫേസ് ചെയ്തുകൊണ്ട് ഒരു 4 ഒക്കെ അടിച്ച് 9 ആ ഓണം ഫ്രംപുട്ട് കയറി അടിക്കാൻ പോയി, കിട്ടിയില്ല. അവന്മാർ LB എടുത്തു. അപ്പോഴൊക്കെ നമ്മുടെ റിവ്യൂ ഇല്ല ഉണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അത് പ്ലംബായിരുന്നു. അടുത്ത വാഷിംഗ്ടൺ സുന്ദർ. സത്യം പറഞ്ഞ അവനും പാഴാണ്. ഇന്ന് അവസാനം ആരും ഇല്ലാത്തപ്പോൾ 2 അടി അടിച്ചു എന്നുള്ളത്. പക്ഷെ അവൻ അടിച്ചത് കൊണ്ട് റണ്ണ് വന്നു. അവൻ 25 ബോൾ നേരിട്ട് 30. എന്തുകൊണ്ടാണ് റണ്ണ് വന്നു? അവൻ അടിച്ചു കളിച്ചപ്പോ എന്ത് ചെയ്തു? റണ്ണ് വന്നു. മനസ്സിലായോ? ഇവിടെ കൊട്ടി ഇരുത്തയില്ലേ. പിന്നെ അവനൊരു ബൗളിംഗിൽ ഒരു വിക്കറ്റ് എടുത്തു. അവനെയും പോട്ടെ. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ വെക്കാനുള്ള ആളൊന്നും അല്ല ഈ വാഷിംഗ്ടൺ സുന്ദർ. അത്രയും കാലിബർ ഇല്ലാത്ത ബാറ്റ്സ്മാനടേ. മനസ്സിലായോ? ഇതുപോലൊക്കെ സ്പിൻ പിച്ചിൽ വല്ല വിക്കറ്റ് കിട്ടിയിട്ട് വല്ല ആട്ടിലും അവനക്ക് ഇതുപോലെ 2 അടി അടിക്കും. അല്ലാതെ ഒരു ടീമിനും ആലട്ടത്തിൽ വന്ന് അടിച്ച് ജയിപ്പിക്കാൻ ഫിനിഷ് ചെയ്ത് പോകാനുള്ള കഴിവൊന്നും അവനില്ല. അവനും ഇല്ല, ഈ പറയുന്ന ശിവൻ ദൂബയ്ക്കും ഇല്ല. ശിവൻ ദൂബ വന്ന് അടിക്കുന്നു, ഓവർ പിച്ച് കിട്ടിയാൽ അടിക്കും. അല്ലാതെ റിവേഴ്സ് സ്വീപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്വീപ്പ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഓവർ പിച്ചിട്ട് ഏത് പട്ടിയിലും അടിക്കും. അവന്റെ നേരെ കയറിയത് 6, ഇല്ലെങ്കിൽ ഔട്ട്. ഇതാണ് ശിവം ദൂബേര്. പിന്നെ ബാക്കിയുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുൽദീപ് യാദവ് 6, പിന്നെ മുഹമ്മദ് സിറാജ്, ഇവരെ ആരെയും പറഞ്ഞിട്ടൊന്നും നമുക്ക് ഒരു കാര്യമില്ല. അപ്പോ എന്താ വിക്കറ്റ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീക്ഷണ 2 കളി ഇല്ലായിരുന്നു, തിരിച്ചു വന്നു, 2 വിക്കറ്റ് എടുത്തു. ആര്? വെല്ലാലൊക്കെ 5 വിക്കറ്റ് എടുത്തു. എത്രാമത് തവണയെന്ന് പറയാം ഇന്ത്യക്കെതിരായിട്ട് 5 വിക്കറ്റ് എടുക്കുന്നത്. അടുത്ത വാണ്ടസ് 2 വിക്കറ്റ് എടുത്തു. പിന്നീട് ആരും എടുത്തില്ല. നമ്മുടെ ക്യാപ്റ്റൻ 2 ഓവറെ എറിയാൻ കിട്ടിയുള്ളൂ. കുറച്ചും കൂടി ഓവർ ഇട്ടുന്ന അവന് ഒരു വിക്കറ്റ് 8-10 ഉടനെ ആ വിക്കറ്റും കൂടി അവരൊരു 10 ഓവറിൽ തള്ളിയിട്ട് ആ ഗതിയായിരുന്നു. അപ്പൊ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടികൊട്ടിയ ബാറ്റ്സ്മാൻമാരെല്ലാം കൂടി ചേർന്ന് ഇന്ത്യയെ നാണംകെട്ട തോൽവിയിലേക്ക് കൊണ്ടെത്തിക്കുകയും 110 റൺസിന്റെ വളരെ ദയനീയമായ ഒരു തോൽവി ഏറ്റുവാക്കുകയും ചെയ്തു. ഈ പറഞ്ഞ ഗംഭീർ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് എന്തോ പലതും സംഭവിക്കുമെന്നൊക്കെ നമ്മൾ പ്രത്യാശിച്ചു. പക്ഷെ ഉൾട്ടയാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാം താഴോട്ടാണ് പോയിരിക്കുന്നത്. രാഹുൽ ദ്രാവിഡ് ഹെഡ് കോച്ച് ആയിരുന്നപ്പോൾ ഇതിനെയും കാട്ടി നല്ല രീതിയിൽ ടീം കളിച്ചിരുന്നു. ഇവൻ ഗംഭീർ വന്നതിന് ശേഷം എന്തെന്നറിഞ്ഞൂടാ, ടീമിന്റെ ആത്മവിശ്വാസം ഒക്കെ പോയി, ഭാഗ്യം പോയി. എല്ലാവരും വെറും വേസ്റ്റ് കളിക്കാരന്മാരെ പോലെയാണ് കളിക്കുന്നത്. ഡെബ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. ഒരാൾ ഡെബ്യൂ ചെയ്യുമ്പോൾ ആ പേടി ഉണ്ടാവില്ല. അതുപോലെയാണ് വിരാട് കോഹ്ലി എന്ന് കളിച്ചത്. മനസ്സിലാവും. അവിടെ എത്രയും കളിച്ചത് സത്യം പറഞ്ഞാൽ ഈ ടൂർണമെന്റ് ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ കളിച്ചത് രോഹിത് ശർമ്മ കൃത്യമായിട്ട് കളിച്ചിരുന്നു. അക്ഷർ പട്ടേൽ കളിച്ചു. ബാക്കി എല്ലാം കണക്ക് തന്നെയായിരുന്നു. ബൗളർമാരെ വിട്, അവരൊക്കെ ബൗളറിന്റെ സ്ഥാനമല്ല. ബൗളറായി പറയുന്ന ആരാണ്? നമ്മുടെ യവനൊക്കെ ആരാണ്? ഹർഷദീപ് സിംഗ് 2 വിക്കറ്റൊക്കെ കിട്ടും. മുഹമ്മദ് സിറാജൊക്കെ വേസ്റ്റ് ആയിരുന്നു. ഇന്നും 1 വിക്കറ്റും കിട്ടിയില്ലല്ലോ. ഒരു വിക്കറ്റ് കിട്ടി. ഓട്ടിച്ചിട്ട് അടിക്കുന്നുണ്ട്. പയ്യന്മാർ വർണ്ണർ ഓട്ടിച്ചിട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ദയനീയ സ്ഥിതി. ഇന്ത്യ ദയനീയമായിട്ട് 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. അഹങ്കാരങ്ങളൊക്കെ ഒന്ന് കുറയട്ടെ. ഈ പറയുന്ന ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തോ എടുത്ത് മലമറിക്കുമെന്ന് പറഞ്ഞ ഗംഭീരിന്റെ അഹങ്കാരങ്ങൾ കുറയട്ടെ. കുറെ സീനിയർ താരങ്ങൾ ഞാൻ പണ്ട് ഈ പറഞ്ഞതുപോലെ എന്താണ് ആനപ്പുറത്തിരുന്ന പാടുണ്ട്, തഴമ്പുണ്ട്, അതുകൊണ്ട് എന്നെ എപ്പോഴും വാഴ്ത്തപ്പെടണം എന്നുള്ള അഹങ്കാരങ്ങളൊക്കെ കുറയട്ടെ. അത് കോഹ്ലി ആയാലും ശരി തന്നെ, രോഹിത് ശർമ്മ ആയാലും ശരി, യാവനായാലും ശരി തന്നെയാണ്. മനസ്സിലായോ? കളിക്ക് ഇത്രയും സെഞ്ചുറി നേടിയ കോഹ്ലിക്ക് ഈ 2 കളിയിൽ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും ഈ ദിവസം ഞാൻ കരുതി കോഹ്ലി ഇന്ന് നേരത്തെ ഇറങ്ങി പവർ പ്ലേ വന്നപ്പോഴേ പിന്നെ എന്ത് ചെയ്തു, കോഹ്ലിക്ക് ഇറങ്ങാൻ പറ്റി, കുറച്ച് പേസ് ബോളറെ നേരിടാൻ കഴിഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കും? അവൻ ഇന്ന് കളിക്ക് വന്ന് വെച്ചു. പക്ഷെ ഔട്ടായ എനിക്ക് പ്രശ്നങ്ങളെ അവൻ ഔട്ടായ രീതി നിങ്ങൾ കണ്ടല്ലോ. ഞാൻ പറയുന്ന വല്ല തെറ്റുമുണ്ട്. ബാറ്റ് വെച്ച രീതി, ബോൾ കൊണ്ട സ്ഥലം, ഒരു രീതിയിൽ കൂടെ അവനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവനെ പിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കംപ്ലീറ്റ് മിസ് ജഡ്ജ് ആയിപ്പോയി. അത് ഇത്രയും വലിയൊരു ബാറ്റ്സ്മാൻ, ഇത്രയും വലിയ ഒരു എല്ലാ പിന്നീട് ലോകത്തിൽ തന്നെ നമ്പർ 1 ബാറ്റ്സ്മാൻ, നമ്പർ 1 സെഞ്ചുറി കാര്യങ്ങളെല്ലാം അടിച്ച ബാറ്റ്സ്മാൻ ഈ ലെവലിൽ വെലാലയെ പോലുള്ള ഒരു കൊച്ചു ചെറുക്കന്റെ മുന്നിൽ വന്ന് മുട്ടിടിങ്ങനെ കാണുമ്പോൾ സത്യത്തിൽ സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതുപോലൊരു നാണംകെട്ട തോൽവി ഇന്ത്യക്ക് ഇനി വരാനില്ല. ഏതാണ്ട് 27 കൊല്ലത്തിന് ശേഷം എന്ത് ചെയ്തു, ഈ പറയുന്ന അസലങ്കയുടെ ആദ്യത്തെ ക്യാപ്റ്റൻസിയാണ്, അവരുടെ ഫസ്റ്റ് സീരീസ് ആണ്. T20 3-0 തോറ്റെങ്കിലും ഇവിടെ 2-0 ഇന്ത്യയെ നിലംപരിച്ച് കാട്ടിക്കൊണ്ട്, ഇന്ത്യയെ ഒന്നുമില്ലാതാക്കിക്കൊണ്ട് എല്ലാ തലത്തിലും ഇന്നത്തെ കളിയുന്ന ബാറ്റിംഗിലായിക്കോട്ടെ, ഫീൽഡിങ്ങിലായിക്കോട്ടെ, അവരുടെ ബൗളിങ്ങിലായിക്കോട്ടെ, എല്ലാ തലത്തിലും ഇന്ത്യയെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് അവർ രാജകീയമായ വിജയമാണ് കൈവരിച്ചത്. ഇന്ത്യക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.